ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ എല്ലാവരും LDC, VFA, LGS ഇതിനു വേണ്ടിയിട്ടുള്ള സ്റ്റഡീസൊക്കെ തുടങ്ങി കാണും. ഏതൊരു പരീക്ഷയ്ക്കും പഠിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളൊരു കാര്യം മനസ്സിൽ വെക്കണം. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാകണം. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിനൊരു എന്താ പറയുക, പെർഫെക്ഷൻ ഉണ്ടാവില്ല, അതിനൊരു കംപ്ലീറ്റ്നെസ് ഉണ്ടാവില്ല. ഓക്കെ, സോ ട്രസ്റ്റ് യുവർ സെൽഫ് ദാറ്റ് യു ക്യാൻ ഡു ദിസ്. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് 100% കോൺഫിഡൻസോട് കൂടി തന്നെയാണ് പഠിക്കാൻ ആദ്യമേ നിങ്ങൾ തയ്യാറെടുക്കേണ്ടത്. ഓക്കെ, പ്രിലിംസ് എന്ന് പറയുന്ന ലെവല് LGSനുണ്ട് അല്ലേ, VFAക്ക് ഇല്ലതാനും. അപ്പോൾ VFAക്ക് ഒരൊറ്റ എക്സാമാണ്. നമ്മളുടെ ഭാഗ്യം എന്ന് പറയുന്നത് അവിടെ അതിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് അല്ലെ. ഒരൊറ്റ എക്സാം, സിംഗിൾ എക്സാം എഴുതുക എന്ന് പറയുന്നതാണ് ഏറ്റവും നമുക്ക് സൗകര്യം. പക്ഷേ LGSന് കുറേ പേര് എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അതിൽ കമ്പയർഡ് ടു LDC, VFA കുറച്ച് ടോപ്പിക്സ് ഇല്ല, കുറച്ച് സബ്ജക്ട്സ് തന്നെ ഇല്ല. സോ നമുക്ക് LGS പഠിക്കാൻ കുറച്ചും കൂടെ സിമ്പിളാണ്. അറ്റ് ദ സെയിം ടൈം LGSൻ്റെ ആ ഒരു മാർക്കിംഗ് അത്രയും കൂടുതലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതും ഒരു ടാസ്ക്കാണ് അല്ലേ. അപ്പോൾ ഞാനിങ്ങനെയാണ് പൊതുവേ ഈ പ്രിലിംസ് ക്ലിയർ ചെയ്യാറുള്ളത് എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാം. ഞാൻ സ്റ്റഡീസിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ മെയിൻലി ഞാൻ ഈ 10th ലെവലിലുള്ള പ്രിലിംസാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ഡിഗ്രി ലെവൽ പ്രിലിംസിനുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, ഈ 10th ലെവലിൽ ഉള്ള പ്രിലിംസൊക്കെ ക്ലിയർ ചെയ്യാൻ ഞാൻ എപ്പോഴും മെയിൻലി മനസ്സിൽ ആദ്യം കരുതി വെക്കുന്നത് 90ന് മുകളിൽ എന്തായാലും ആൻസർ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, കാരണം അത്രയും നമ്മൾ ആൻസർ ചെയ്താൽ മാത്രമേ നമ്മളുടെ മാർക്ക് ഒരു 70ന് മുകളിലെങ്കിലും എത്തുള്ളൂ. ഓക്കെ, അത്രയും ആൻസേഴ്സ് ഇപ്പോൾ തെറ്റിപ്പോവുകയാണെങ്കിലും അല്ലാതെയുള്ള എന്തെങ്കിലും ഡിലീഷനൊക്കെ ആണെങ്കിലും നമ്മളൊരു സേഫ് സ്കോറിങ്ങിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ 90ന് മുകളിൽ എന്തായാലും ചെയ്യണം. എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും വെക്കുന്നതാണ് കേട്ടോ. അതെനിക്ക് മാർക്സ് വളരെയധികം 75 അബവ് ഒക്കെ കിട്ടാൻ സഹായിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ 90 അബവ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യണം. ഇതാണ് എൻ്റെ ആദ്യത്തെ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഏറ്റവും എളുപ്പമുള്ള ഭാഗം ആദ്യം ചെയ്യാം, അങ്ങനത്തെ രീതിയല്ല ഞാൻ സ്വതവേ പിന്തുടരാറുള്ളത് കേട്ടോ. കാരണം എനിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 1 തൊട്ട് ആ ഒരു ഓർഡറിൽ തന്നെയാണ് ഞാൻ 100 വരെയുള്ളത് നോക്കാറുള്ളത്. ഓക്കെ, അറിയുന്നത് അപ്പം ആൻസർ ചെയ്ത് പോകും. ചിലവർ മാത്സ് എളുപ്പമാണെങ്കിൽ അതാദ്യം ആൻസർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, എന്നിട്ട് ബാക്കിയിലേക്ക് എത്താറുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, നമുക്ക് 1.25 മണിക്കൂറുള്ളൂ ആകെ അല്ലേ. അപ്പോൾ നമ്മൾ ചിലവർക്കാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന മാത്സ് കുറച്ച് വലിയ സംഭവങ്ങളാണെങ്കിൽ, മാത്സ് ഇത്തിരി വായിച്ച് മനസ്സിലാക്കേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ പകുതി മുക്കാൽ സമയവും അതിലേക്ക് ചിലവഴിച്ചാൽ ബാക്കിയുള്ള നമുക്ക് അറിയാവുന്നതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. ഡിഗ്രിക്കാണ് ഈ പ്രോബ്ലം മെയിനായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക. പക്ഷേ 10th ലെവലിലും ഇങ്ങനെ ഒരു ടഫ്നെസ് വന്നാൽ നമ്മൾ പെട്ടുപോകും. ഓക്കെ, അപ്പോൾ ഞാനെപ്പോഴും ഓർഡറിൽ ചെയ്യാൻ ശ്രമിക്കും. കാരണം മാത്സിൻ്റെ പ്രോബ്ലം കൊണ്ട് മാത്രമല്ല, അവർ ഹിസ്റ്ററി, ജിയോഗ്രഫി, റിനൈസൻസ് ഈ പറയുന്ന ഭാഗങ്ങളിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ധാരാളം എന്ത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമുക്കത് കൃത്യമായിട്ട് വായിച്ച് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ ഒരു വായനയിൽ നമുക്കിപ്പോൾ ഒന്നാമത്തെ ചോദ്യം അത് ഇത്തിരി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്, നമുക്ക് ഡൗട്ട് ഉണ്ട്, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ലെങ്കിൽ അത് ഹോൾഡിൽ വയ്ക്കും. ഓക്കെ, എന്നിട്ട് ആ ഒരു ഓർഡറിൽ തന്നെയാണ് ഞാൻ 100 ചോദ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. അതിനുശേഷം അറിയാവുന്നതെല്ലാം ഇങ്ങനെ അറിയാവുന്നത് അപ്പം എല്ലാം ആൻസർ ചെയ്ത് പോകും. അറിയാത്തതൊന്ന് അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉള്ളത് ഹോൾഡിൽ വയ്ക്കും, അറിയാത്തത് അപ്പോൾ ചെയ്യില്ല. ഓക്കെ, അങ്ങനെ ഒരു സർട്ടൻ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് എന്തായാലും അറ്റംപ്റ്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഒരു റൗണ്ട് ചെയ്യാത്തത് ഏതാണെന്ന് നോക്കും. ആ ചെയ്യാത്ത ചോദ്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് എത്താൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കും. അങ്ങനെ എനിക്ക് കുറച്ച് ഒരു 10 അബവ് ഒക്കെ എനിക്ക് എന്താണ് ആൻസർ ചെയ്യാൻ പറ്റാറുണ്ട്. ഇപ്പോൾ ഒരു 68 സംതിങ് നമുക്ക് ആദ്യത്തെ സെറ്റിൽ അറിയാമെങ്കിൽ പിന്നത്തേലൊരു 10 ക്വസ്റ്റൻസ് അഡീഷണൽ വന്നാൽ 78 ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 78 ക്വസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ പറയുന്നത് 10 or 12 നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 80 ക്വസ്റ്റൻസ് ആയി കഴിഞ്ഞു. ബാക്കിയുള്ളതിലേക്ക് നമ്മൾ ഒരു വട്ടവും കൂടെ ചിന്തിച്ച് നോക്കണം, എന്തെങ്കിലും തരത്തിൽ കിട്ടുമോ, ആൻസർ ചെയ്യാൻ പറ്റുമോ. കുറച്ചൊക്കെ ഗസ് വർക്ക് നടത്താം, തെറ്റില്ല. ഇപ്പോൾ 4 or 5 ഒക്കെ നമ്മളൊരു ഗസ് ചെയ്താലും എത്ര മാർക്ക് ആകെ 3 എണ്ണം തെറ്റിയാലും ഒരു മാർക്ക് കുറയുള്ളൂ അല്ലേ. അപ്പോൾ കുറച്ച് നമ്മൾ ഗസ് വർക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു 10-20 എണ്ണമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതെന്താ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്ന ഒരു രീതി ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ PYQs സോൾവ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഈ മാർക്സ് നല്ലോണം ഇമ്പ്രൂവ് ആവുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേ ഫോർമാറ്റിൽ തന്നെ ചെയ്യണം. നമ്മളൊരു എക്സാം ഹാളിൽ ഇരുന്ന് മാർക്ക് ചെയ്യുകയാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്ത് ഉത്തരം എഴുതുകയാണെന്നുള്ള ചിന്തയോടുകൂടി നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ വീട്ടിലിരുന്നാണെങ്കിലും ഒന്ന് ചെയ്തു നോക്കി. അപ്പോൾ നിങ്ങൾക്ക് മാർക്സ് വളരെയധികം ഇമ്പ്രൂവ് ആകുന്നതായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ ഇത് ഒരു കാര്യം PYQ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. ആദ്യമേ നമ്മുടെ കയ്യിലുള്ള സിലബസ് ഉണ്ടല്ലോ, ഈ സിലബസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ് ആദ്യം പഠിച്ചെടുക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ചിന്തിക്കും, ഈ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുക? ത്രൂ PYQs. ഒബ്വിയസ്ലി PYQസിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഏതാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടുള്ളത് എന്നുള്ളത് അല്ലേ. അപ്പോൾ PYQs ആദ്യമേ എന്താണ്, എല്ലാം പഠിച്ചിട്ട് നമുക്ക് PYQs ചെയ്ത് തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. കാരണം എന്താ പറയുക, നോളജ് ഈസ് എ വാസ്റ്റ് ഓഷ്യൻ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതും ഒരു വലിയ സമുദ്രം കണക്കിന് കിടക്കുന്നുണ്ട്. ഓക്കെ, എല്ലാം പഠിച്ചിട്ടല്ല എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലെവൽ എത്രയാണോ അത് വെച്ചിട്ടുള്ളത് ആൻസർ ചെയ്യുക. ഡെയിലി നിങ്ങൾ
പഠിക്കുക, പഠിക്കുന്നതിനൊപ്പം ചെയ്യുക, PYQs പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങളുടെ നോളജും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് കാണുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് കൂടുതലും ഞാൻ ചെയ്തത് ഈ ചോദ്യപേപ്പറുകൾ കുറേ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് ആദ്യം നോക്കേണ്ടത്. ഓക്കെ, അതിനെ എന്തായാലും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും. ഓക്കെ, നമ്മൾ നമ്മുടെ സിലബസിൽ മാർക്ക് ചെയ്ത് വെക്കും. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണ്, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടും പഠിക്കാൻ പാടുള്ളതും പഠിച്ചാൽ മനസ്സിലാകാത്തതും ക്വസ്റ്റ്യൻസ് വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റാത്തതും ഒക്കെ ഞാൻ എന്ത് ചെയ്യും, ആദ്യം പഠിച്ചെടുക്കാൻ ശ്രമിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 6 മാസമുണ്ട് പഠിക്കാൻ. അപ്പോൾ ഏറ്റവും നിങ്ങളുടെ ബലഹീനത ഏത് ഏരിയയിലാണോ അത് ആദ്യം എന്ത് ചെയ്യുക, കവർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഒന്നിന്ന് പഠിച്ച് പോളിഷ് ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല. അതിനൊരു വളരെ ഷോർട്ട് ടൈം മാത്രം കൊടുത്താൽ മതി. അതൊന്ന് ജസ്റ്റ് മറിച്ചാൽ തന്നെ നിങ്ങളുടെ തലയിലേക്ക് എത്തും. പക്ഷേ അറിയാത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കാനാണ് നമുക്ക് കൂടുതൽ സമയം വേണ്ടി വരിക. അപ്പോൾ ഈ വീക്ക് ഏരിയാസാണ് നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അത് എങ്ങനെ നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ PYQs നോക്കി ഇമ്പോർട്ടൻറ്റ് ഏരിയാസിൽ നിങ്ങളുടെ ഒരു വീക്കായിട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ, ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വീക്ക് ഏരിയനെ നല്ലോണം ഫോക്കസ് ചെയ്ത് പഠിക്കുക, പഠിച്ച് മാറ്റിയെടുക്കുക. അതിനുശേഷം ഇത്രയും കൂടി ഡിഫിക്കൽട്ടി കുറഞ്ഞ ടൈപ്പ് ഓഫ് ഏരിയാസ് ഉണ്ടാവുമല്ലോ പഠിക്കാൻ, അത് പഠിക്കുക. അതിനുശേഷമായിരിക്കണം നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഓക്കെ, അല്ലാതെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ തുടക്കം തൊട്ട് നോക്കുന്നത് വെറുതെയാണ്. കാരണം അപ്പോഴും നമ്മൾ ഈ വീക്ക് ഏരിയാസ് അപ്പോഴും പെൻഡിങ്ങിൽ വെക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ PYQs ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, PYQs ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാത്തൊരു ഏരിയ എന്നുള്ളൊരു ക്വസ്റ്റനാണ്. നിങ്ങൾക്കത് എന്ത് ചെയ്തിട്ട് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും അതിൽ നിന്ന് കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻ പഠിച്ചെടുക്കാനുണ്ട് എങ്കിൽ ആ ചോദ്യവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരള ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് ഐക്യ കേരള പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ആ ഒരു ഭാഗത്തു നിന്ന് ഒരു ചോദ്യം വന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ആ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ചോദ്യം ആൻസർ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണെങ്കിൽ നിങ്ങൾ ഐക്യ കേരള പ്രസ്ഥാനം പഠിച്ചെടുക്കുക. ഇനി നിങ്ങൾ ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ കണ്ടിന്യൂഷൻ ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഹിമാലയവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് എടുക്കുന്നതെങ്കിൽ, ഹിമാലയം എന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക്കാണ്. ഇന്ത്യയുടെ ഡിവിഷനാണ്. നെതേൺ മൗണ്ടൻ റേഞ്ചസിനെ ഹിമാലയാസ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നമുക്ക് ട്രാൻസ് ഹിമാലയാസ് ഉണ്ട്, പൂർവാചൽ ഉണ്ട്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഹിമാലയാസ് കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഹിമാലയാസിൻ്റെ സെറ്റ് തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ അവിടെ കണ്ടിന്യൂഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ കണ്ടിന്യൂറ്റി വേണ്ട സബ്ജക്ട്സ് അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിച്ചെടുക്കണം. അതായത് ഹിമാലയാസിൽ ഇപ്പോൾ ഏതെങ്കിലും ഹിമാദ്രിനെ കുറിച്ചിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ നെതേൺ മൗണ്ടൻസ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നോക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ എത്ര ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഓരോ വിഭാഗത്തിലും എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഞാൻ മോക്ക് ടെസ്റ്റ് കൊടുത്തിരുന്ന സമയത്ത് ഡെയിലി സ്റ്റഡി പ്ലാൻ പ്ലസ് ടെസ്റ്റ് സീരീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ പോർഷൻസൊക്കെ കഴിയാറായിട്ടുണ്ട്. കംപ്ലീറ്റ് സിലബസിലെ കംപ്ലീറ്റ് പോർഷനും തീരാറായിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് മുഴുവൻ സെറ്റ് ചെയ്ത് ഡെയിലി പ്രാക്ടീസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇതിൽ ഞാൻ ഈ ഹിമാലയാസ് ഓരോ ഘട്ടമായിട്ടാണ് കൊടുത്തത്. ട്രാൻസ് ഹിമാലയാസിനൊരിത്, ഹിമാദ്രിയുടെ ഒരു ഭാഗം. കാരണം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും ട്രാൻസ്, ഹിമാദ്രി, പൂർവാചൽ പഠിച്ചെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എന്താണ് ഇപ്പോൾ PYQസും ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ച് നോക്കണം എന്നാണോ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, സിലബസിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്ത് വെക്കുക. ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്. രണ്ടാമത്, നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏരിയാസ് ഏതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത് പഠിക്കാനാണ് നിങ്ങൾ ആദ്യമേ ഫോക്കസ് ചെയ്യേണ്ടത്. അതനുസരിച്ചുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് സ്വയം സെറ്റ് ചെയ്യാം. ഓക്കെ, കാരണം നിങ്ങളുടെ വീക്ക് പോയിന്റ് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്കറിയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് പഠിച്ച് മാറ്റാൻ ശ്രമിക്കാം. ഇനി ഈ പഠിക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ PYQസും മോക്ക് ടെസ്റ്റുകളും ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാണ്ട് എല്ലാം പഠിച്ചിട്ട് ചെയ്യാൻ ഒരിക്കലും നിൽക്കരുത്. അത് കാരണം 2021 മുതൽ അറ്റ് പ്രസൻറ്റ് 26 വരെ നടന്നതിൽ ഇഷ്ടം പോലെ പേപ്പറുകളുണ്ട്. ഇപ്പം ഞാൻ ചെയ്തതിൽ തന്നെ എത്ര പേപ്പറിൽ നിന്നാണെന്നറിയോ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചത്. നമുക്ക് ഒരു സെറ്റ് ഓഫ് മാർക്സ് റെപ്പറ്റീഷൻ എന്ന് പറയുന്ന അവരുടെ ഒരു മെത്തേഡിലൂടെ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, PYQs എന്തായാലും ചെയ്യണം. മോക്ക് ടെസ്റ്റുകളും കൂടെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത, അതായത് നിങ്ങൾക്കൊരു ഏരിയനെ കുറിച്ച് അധികം അറിയില്ല എങ്കിൽ ആ ഏരിയയിൽ നിന്ന് എന്തെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങളും കൂടെ പഠിക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ഡെയിലി സ്റ്റഡി പ്ലാൻ പ്ലസ് ഇതിൽ മോക്ക് ടെസ്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ ബുക്സ് റെഫർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ കുറേ കുട്ടികൾ ഡൗട്ട് പറയാറുണ്ട്, ഇങ്ങനെ ഒരു ഫാക്റ്റ് ഉണ്ടല്ലേ എന്നുള്ള രീതിയിൽ അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫാക്റ്റ് ഉണ്ട്, അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ അവർക്ക് എക്സ്ട്രാ ഒരു അറിവും കൂടെ കിട്ടി ആ ഒരു വിഭാഗത്തിൽ നിന്ന്, അല്ലേ? നമ്മൾ ഇതുവരെ പഠിച്ചപ്പോൾ നമ്മൾ വായിച്ച ബുക്കിൽ ചിലപ്പോൾ കുറച്ച് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് പഠിക്കാൻ പറ്റിയില്ലേ? അതാണ് ഈ മോക്ക് ടെസ്റ്റിൻ്റെ ഗുണം. അപ്പോൾ നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റ് ചെയ്യാനും ക്ലാസ് കിട്ടാനും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കോഴ്സിനെ കുറിച്ച് പറയാം. ഓക്കെ, ഇതിപ്പോൾ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും വീണ്ടും റിവൈസ് ചെയ്ത് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അത്രത്തോളം എമൗണ്ട് ഓഫ് ടെസ്റ്റുകളുണ്ട്. എന്തായാലും ഒരു 100+ ഒക്കെ വരും ഇനി അങ്ങോട്ടുള്ളതിലും. ഓക്കെ, കാരണം SCRT കണ്ടൻസ് ഒക്കെ നമുക്ക് ഇടണമല്ലോ.
പിന്നെ ഈ മോക്ക് ടെസ്റ്റിൽ കറണ്ട് അഫയേഴ്സും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് കറണ്ട് അഫയേഴ്സിൻ്റെ സെപ്പറേറ്റ് നോട്ട്സ് എൻ്റെ കോഴ്സിലെ കുട്ടികൾക്ക് ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട്, PDF ആക്കിയിട്ട്. ഓരോ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ കൊടുക്കുകയുള്ളൂ കേട്ടോ. ഈ നോട്ടിൽ നിന്നും ചോദിക്കാം, കാരണം അത് എക്സ്ട്രീംലി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ഏരിയ എന്നുള്ളതിനേക്കാളും നമ്മൾ ഇതുവരെ കാണാത്ത വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള, നമ്മൾ റെയർ എന്നൊക്കെ പറയില്ലേ, നമ്മൾ അധികം ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത ഫാക്ട്സാണ്, പക്ഷേ അതിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നോട്ട്സും കൊടുക്കും. ഒപ്പം ഈ ഇപ്പോൾ നൊബേൽ പോലത്തെ വിഭാഗത്തിൽ നിന്ന് മോക്ക് ടെസ്റ്റിൽ ഇടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2025 നൊബേൽ പ്രൈസ് ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഹയർ ലെവലിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തത്. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആകുന്ന എക്സാംസിലൊക്കെ അവർ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഇട്ടത്. ഓക്കെ, അതായത് നൊബേലിൽ നിന്ന് ഒരു മാർക്ക് പോലും മിസ്സാവാത്ത തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ഓക്കെ, കാരണം ആ ഒരു ലെവൽ വിട്ട് ചോദിക്കത്തില്ല അവർ എന്തായാലും. അപ്പോൾ നമ്മുടെ പണ്ടത്തെ ഒരു പഠന രീതിയിൽ നിന്ന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ തീർച്ചയായിട്ടും SCERT പാഠഭാഗങ്ങൾ ഇതൊരിക്കലും മിസ് ചെയ്യരുത്. കംപ്ലീറ്റ് 5 തൊട്ട് 10 വരെയുള്ള നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SCERT ആണ് അവർ മെയിൻലി ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ SCERT ഒരിക്കലും വിട്ട് കളയാൻ പാടില്ലാത്തതാണ്. ഇതായിരുന്നു പിന്നീടുള്ള എൻ്റെ അങ്ങോട്ടുള്ള ഫോക്കസ്, 5 തൊട്ട് 10 വരെയുള്ളത് കംപ്ലീറ്റ് പഠിച്ചെടുക്കുക എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജുള്ള കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓരോ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമാണ് കേട്ടോ ഞാൻ കൂടുതലും പഠിച്ചെടുക്കാൻ ശ്രമിച്ചത്. കാരണം ഒരു മാസത്തിൽ എന്തോരം കാര്യങ്ങളുണ്ട്, ഇതെല്ലാം കൂടെ നമുക്ക് പഠിക്കാൻ പറ്റും ഒരിക്കലുമില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ ന്യൂസ് പേപ്പറിൽ നമുക്ക് ഇപ്പോൾ ഓരോ ദിവസത്തിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വാർത്ത വരില്ല, അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക നിങ്ങൾ. അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. പിന്നെ ഈ പത്രത്തിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് കിട്ടും. പിന്നെ നമ്മൾ കറണ്ട് അഫെയർ എന്നുള്ള രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പഠിച്ചെടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സാധനം ഏറ്റവും എനിക്ക് വീക്കായിട്ടുള്ള ഏരിയയും ബുദ്ധിമുട്ടുള്ള ഏരിയയും കറണ്ട് അഫെയർസാണ്. ബാക്കിയെല്ലാം നമുക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കും, ധാരണയുണ്ടായിരിക്കും. ബാക്കി ഏത് മേഖലയെക്കുറിച്ച് ഏറ്റവും പാട് സ്കോർ ചെയ്യാൻ കറണ്ട് അഫെയർസാണ്. സോ അതുകൊണ്ടാണ് എൻ്റെ കോഴ്സിലുള്ള കുട്ടികൾക്ക് ഞാൻ കറണ്ട് അഫെയർസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊടുക്കാം എന്നുള്ളത് വെച്ചത്. SCERT ക്ലാസ്സും ഇതും മോക്ക് ടെസ്റ്റും സ്റ്റഡി പ്ലാനും ഒക്കെ കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർക്സ് ഇമ്പ്രൂവ് ചെയ്യും, എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. പിന്നെ ഒരു ഡെയിലി നിങ്ങൾ ഈ പറയുന്ന സ്റ്റഡി പ്ലാനൊക്കെ തന്ന് പഠിക്കുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഏർലി മോർണിംഗ് ഒരു 1 hour പഠിക്കാനെടുക്കാം. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നിങ്ങൾക്ക് ഒരു 1 hour പഠിക്കാം. അതിന് ലഞ്ചിന് ബിഫോർ ലഞ്ച് നിങ്ങൾക്ക് ഒരു 1 hour പഠിക്കാം. ആഫ്റ്റർ ലഞ്ച് ഒരു 1 hour പഠിക്കാം. ഈവനിങ് നിങ്ങൾക്കൊരു 2 hours എങ്കിലും പഠിക്കാം. നൈറ്റും നിങ്ങൾക്കൊരു 2 hours എങ്കിലും പഠിക്കാം. അപ്പോൾ ഒരു ദിവസം നമുക്ക് എത്ര ഇതിൽ പഠിക്കാൻ പറ്റും അല്ലേ? 8 മണിക്കൂറോളം നമുക്ക് കിട്ടും ഒരു ദിവസം. ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കരുത്. അത് ഹെക്റ്റിക്കാണ്, ബുദ്ധിമുട്ടാണ്, നമ്മുടെ തലയിൽ കയറില്ല. ഓക്കെ, നമ്മളൊരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുക, അതിൻ്റെ ഒരു ഏരിയ ആണെങ്കിൽ ആ ഏരിയയിലെ കാര്യങ്ങൾ പഠിക്കുക. ഇനി നിങ്ങൾ ഈ ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളതാണ്, ഒരു ദിവസം ഞാൻ ഇന്ന് പഠിച്ചു എന്നുള്ളൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടണമല്ലോ. അതെപ്പോഴും ഞാൻ ഉറപ്പ് വരുത്താൻ ശ്രമിക്കാറുണ്ട്. ഒരു ദിവസം ഞാൻ ഇന്ന ദിവസം ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്കതറിയാം, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനോട് കൂടി വേണം നമ്മൾ നെക്സ്റ്റ് ഡേയിലെ പഠിത്തത്തിലൂടെ കിടക്കാൻ. ഓക്കെ, അപ്പോൾ അതിന് ഒരു കാര്യം കൂടെ ഉറപ്പ് വരുത്തണം, നമ്മൾ അന്ന് ദിവസം പഠിച്ച കാര്യം നമ്മുടെ മൈൻഡിലുണ്ട്, അത് മറന്നു പോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്നറിയോ? റിവിഷനാണ്. അപ്പോൾ അന്നത്തെ ദിവസം പഠിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി റിവൈസ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കിപ്പോൾ സ്റ്റഡി പ്ലാൻ ഞാനിപ്പോൾ ഓരോ ദിവസം തരുന്നത്, ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പരിപാടി അതാണ്. സ്റ്റഡി പ്ലാൻ കൊടുത്താൽ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ കംപ്ലീറ്റ് അവർ രാത്രി അന്ന് തന്നെ ചെയ്യും. ഓക്കെ, അന്നത്തെ ദിവസം പഠിച്ചതിൻ്റെ ചോദ്യങ്ങൾ അന്ന് തന്നെ കാണും. സോ ഒരിക്കലും മറക്കില്ല. ഇനി ഒരു മന്തിൽ പഠിച്ച കാര്യങ്ങൾ മന്ത്ലി ടെസ്റ്റായിട്ടും കൊടുക്കും. അപ്പോൾ റിവിഷൻ കുറേ ഘട്ടത്തിലൂടെ നടക്കുകയാണ് നമുക്കല്ലേ. റിവിഷൻ മേക്സ് യു മോർ ആൻഡ് മോർ പെർഫെക്റ്റ് ദാൻ ബിഫോർ. റിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മളെ ഒന്നും കൂടെ റിഫൈൻഡ് ആക്കും, പെർഫെക്റ്റ് ആക്കും. സോ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് പഠിക്കാൻ, അല്ലെങ്കിൽ പ്രിലിംസ് ഷുവറായിട്ടും ക്രാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇഫ് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണം, ഒരു ബാക്ക് സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. സ്റ്റിൽ ഒരു ലാഗിങ് ഉണ്ട് പഠിത്തത്തിൽ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി എൻ്റെ ഹെൽപ്പ് ഇതാക്കാം, അതിന് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ